ഏഞ്ചൽ മിന്റവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്ന കാണിച്ചു തരാവേ. അപ്പം നമ്മൾ ബീഫ് എടുത്ത് അടുപ്പേ വെച്ച് ഇച്ചിരി മഞ്ഞൾ പൊടി, ഉപ്പും ഇച്ചിരി വിനാഗിരിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു. ഇത് വെന്ത് ഇനി ഇച്ചിരി വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പേ വെച്ചിരിക്കുവാണ്. അപ്പം നമ്മുടെ ബീഫ് വേണ്ട വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളവും വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഒലത്താൻ പോവുകയാണ്. സാധനങ്ങളിട്ട് ഇത് അതിനകത്ത് ചേർക്കാനുള്ളതാണ് തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള. നമ്മൾ പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുവാണ്. നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം തന്നെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുവാണ്. ഇതൊരു ചെറിയ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പൊ തന്നെ നമ്മൾ കരിവേപ്പിലയും സവോളയും കൂടി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്, കാരണം ഇതിലെല്ലാം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിനകത്ത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടുവേ. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇട്ട് ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ മസാല കൂട്ടിടും. ഇനി നമ്മൾ ബീഫിന്റെ ഇച്ചിരി ചാറ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഗരം മസാല ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് ഇളക്കി കൊടുക്കുവാണ്. മുകളിൽ ഇച്ചിരി കരിവേപ്പില ഇട്ട് വെക്കുവാണ്. ഇനി ഇതിവിടെ കിടന്ന് മസാലയൊക്കെ പിടിച്ച് കുറച്ച് നേരം കിടന്ന് ചെറിയ തീയില് ഈ മസാലയൊക്കെ കഷ്ണത്തെ പിടിക്കണം, ബീഫ് കഷ്ണത്തേല്. ഇതാണ് നമ്മുടെ ബീഫ് പെരളൻ. അപ്പൊ നമ്മുടെ ഈ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.